നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൂടോത്ര വിവാദത്തിൽ കേസെടുക്കാനാവില്ലെന്ന് പോലീസ്. KPCC അധ്യക്ഷൻ K സുധാകരന്റെ വീട്ടിലും കോൺഗ്രസ് ആസ്ഥാനത്തും വീട്ടിലും കൂടോത്രം കണ്ടെത്തിയ സംഭവത്തിലാണ് കേസെടുക്കാനാവില്ലെന്ന് പോലീസ് അറിയിച്ചത്. സുധാകരൻ പരാതി നൽകിയാൽ മാത്രമേ തുടരന്വേഷണം നടത്തേണ്ടതുള്ളൂ എന്ന് കാട്ടി തിരുവനന്തപുരം മ്യൂസിയം പോലീസ് പ്രാഥമിക അന്വേഷണം അവസാനിപ്പിച്ചു. കൂടോത്രം വച്ചതിന് തെളിവില്ലെന്നും സുധാകരന് പരാതിയില്ലെങ്കിൽ അന്വേഷണത്തിന് സാധ്യതയില്ലെന്നും പോലീസ് പറഞ്ഞു. K സുധാകരന്റെ കണ്ണൂരിലെ വീട്ടിലും തിരുവനന്തപുരത്തെ KPCC ഓഫീസിൽ അദ്ദേഹത്തിന്റെ മേശയ്ക്കടിയിലും പേട്ടയിലെ വീട്ടിലും കൂടോത്രം വച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ആരോപണം. ഇതിന് പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരത്തെ ഒരു പൊതുപ്രവർത്തകനാണ് പോലീസിൽ പരാതി നൽകിയത്. പരാതിക്കാരന്റെയും KPCC ജീവനക്കാരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. സംഭവത്തെക്കുറിച്ച് ടിവിയിൽ കണ്ടുള്ള വിവരം മാത്രമേ ഉള്ളൂ എന്നായിരുന്നു പരാതിക്കാരന്റെ മൊഴി. കൂടോത്രത്തെക്കുറിച്ച് അറിവില്ലെന്നും അങ്ങനെയെന്ന് ഓഫീസിൽ നിന്ന് കണ്ടെത്തിയിട്ടില്ല എന്നും KPCC ഓഫീസ് ജീവനക്കാർ മൊഴി നൽകിയിരുന്നു. സുധാകരനെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ പരാതിയില്ലെന്ന് അദ്ദേഹവും അറിയിച്ചു. ഇതോടെയാണ് അന്വേഷണം അവസാനിപ്പിച്ച് പോലീസ് റിപ്പോർട്ട് നൽകിയത്. മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗമായ വിപിൻ മോഹൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. K സുധാകരന്റെ വീട്ടിലും ഓഫീസിലും കൂടോത്രം ചെയ്തത് കോൺഗ്രസിനകത്തുള്ളവർ തന്നെയാണെന്നാണ് വിപിൻ പറഞ്ഞത്. ആരാണ് കൂടോത്രം ചെയ്തതെന്ന് ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ലെന്നും പൂർണ്ണമായും തെളിവുകൾ ലഭിച്ച ശേഷം വെളിപ്പെടുത്തുമെന്നും അദ്ദേഹം ഒരു ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറയുകയായിരുന്നു. K സുധാകരൻ KPCC അധ്യക്ഷനായ ശേഷം നിരന്തരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഡോക്ടർമാരെ സമീപിച്ചപ്പോൾ കൃത്യമായ വിശദീകരണം ലഭിച്ചില്ല. തുടർന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP നിർദ്ദേശപ്രകാരം ആചാര്യനെ വിളിച്ചു വരുത്തി കൂടോത്രം കണ്ടെത്തിയത്. വീടിന്റെ കന്നിമൂലയിൽ 3 അടി താഴ്ചയിലായിരുന്നു പ്രത്യേക യന്ത്രങ്ങളുടെ സഹായത്തോടുകൂടി കൂടോത്രം കണ്ടെത്തിയത്. ആചാര്യൻ എന്താണ് K സുധാകരനോടും ഉണ്ണിത്താനോടും സംസാരിച്ചതെന്ന് അറിയില്ല. അവരോട് സ്വകാര്യമായിരുന്നു സംസാരം. മികച്ച ആളായതിനാലാണ് കൂടോത്രം കണ്ടെത്താൻ സാധിച്ചത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. നേരത്തെയും ഇത്തരം സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. K സുധാകരനെ ഒതുക്കാൻ ഒരു കൊട്ടേഷൻ കൂടോത്രമാണ് നടത്തിയത്. രക്ഷാ സംവിധാനങ്ങളുള്ള സുധാകരന്റെ വീട്ടിലും KPCC ആസ്ഥാനത്ത് പുറത്തുനിന്ന് ഒരാൾക്ക് വന്ന് കൂടോത്രം ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് കോൺഗ്രസിനകത്തുനിന്ന് തന്നെയാണ് കൊട്ടേഷൻ കൂടോത്രം ഉണ്ടായതെന്ന് പറയുന്നതെന്നും വിപിൻ പറയുന്നു. KPCC പ്രസിഡന്റ് K സുധാകരനെ അപായപ്പെടുത്താൻ കൂടോത്രം നടത്തിയെന്നാണ് ആരോപണം ഉന്നയിക്കപ്പെടുന്നത്. KPCC അധ്യക്ഷന്റെ കണ്ണൂരിലെ വസതിയിൽ നിന്ന് നിരവധി വസ്തുക്കളാണ് കണ്ടെടുത്തത്. രൂപവും തകിടുകളും കണ്ടെത്തിയത് പോലീസ് സുരക്ഷയുള്ള വീടിന്റെ കന്നിമൂലയിൽ നിന്നാണ്. വസ്തുക്കൾ പുറത്തെടുത്തത് കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താന്റെ സാന്നിധ്യത്തിലും. K സുധാകരന്റെ കണ്ണൂരിലെ വസതിയിൽ നിന്നുള്ള നിർണായക വീഡിയോ ദൃശ്യങ്ങളും ശബ്ദ സംഭാഷണവും പുറത്തു വന്നിരുന്നു. സംഭവത്തിന് പിന്നാലെ ശാരീരിക അസ്വസ്ഥതകൾ നേരിട്ടതായും ഉയിര് പോകാത്തത് ഭാഗ്യമെന്നുമുള്ള KPCC അധ്യക്ഷന്റെ ശബ്ദ സംഭാഷണവും പുറത്തു വന്നിരുന്നു. ഇന്ദിരാഭവനിലെ KPCC അധ്യക്ഷന്റെ ഇരിപ്പിടത്തിനടിയിലും പേട്ടയിലെ മുൻ താമസ സ്ഥലത്തിന് പുറമെ ഡൽഹിയിലെ നർമ്മദ ഫ്ളാറ്റിൽ നിന്നും തകിടുകൾ കണ്ടെടുത്തിരുന്നു. KPCC അധ്യക്ഷന്റെ വീട്ടിൽ നിന്ന് ആദ്യമായല്ല കൂടോത്രം ലഭിക്കുന്നത്. VM സുധീരൻ അധ്യക്ഷനായിരിക്കുമ്പോൾ 9 തവണ വീട്ടിൽ നിന്ന് കൂടോത്രം ലഭിച്ചു. മൺകലം മുതൽ ബോൺവീറ്റ കുപ്പിയിൽ വരെയാണ് ശത്രുക്കൾ മുൻ KPCC അധ്യക്ഷനായിരുന്ന സുധീരന്റെ വീട്ടിൽ കൂടോത്രം ഒളിപ്പിച്ചത്. ചെമ്പ് തകിടുകൾ, ചെറുശൂലങ്ങൾ, വെള്ളാരം കല്ലുകൾ എന്നിങ്ങനെ ദോഷപ്പണിക്കായി അടക്കം ചെയ്ത നിരവധി സാധനങ്ങൾ കിട്ടിയിരുന്നു. സുധാകരന്റെ വീട്ടിൽ നിന്ന് കൂടോത്രം കിട്ടുന്ന വീഡിയോ 1.5 വർഷം മുമ്പുള്ളതാണ്. ജീവൻ പോകാത്തത് ഭാഗ്യമെന്നായിരുന്നു K സുധാകരൻ ഉണ്ണിത്താനോട് പറഞ്ഞത്. KPCC അധ്യക്ഷ സ്ഥാനത്തുള്ളവരുടെ വീട്ടിൽ നിന്ന് മാത്രം കൂടോത്രം ലഭിക്കുന്നതിനാൽ അധ്യക്ഷ സ്ഥാനം മോഹിക്കുന്ന ആരെങ്കിലും ആകാം പിന്നിലെന്ന് സംശയം ഉയർന്നിരുന്നു. ഇതോടെ KPCC നേതാക്കൾ പരസ്പരം സംശയിക്കുന്ന സ്ഥിതി വരെ എത്തി. കടുത്ത പരിഹാസമാണ് കോൺഗ്രസിനെതിരെ അന്ന് ഉയർന്നത്. അന്ധവിശ്വാസം അവസാനിപ്പിക്കാൻ ശാസ്ത്രം പഠിക്കണമെന്ന് ആഹ്വാനം ചെയ്ത മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകൾ ഉപയോഗിച്ച് വരെ പരിഹാസം ഉയർന്നിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.